നമ്മുടെ ചെറിയ ടൊമാറ്റോയാണ്. നോക്കി നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ ടൊമാറ്റോയ്ക്കൊക്കെ ചെടിക്ക് എന്ത് പറ്റിയോ എന്നറിയത്തില്ല. തലയ്ക്കൊരു ഇങ്ങനെ ഇല ചുരുളുന്നു. എന്തെങ്കിലും കാബേജ് ഒക്കെ നിറയെ എല്ലാം കായ്ച്ച് ക്യാബേജ് ആയി വരുന്നു. പാവൽ പിന്നെ ഞാൻ എൻ്റെ മുഖത്തിനാണ് ഒരു പഴയ വീഡിയോയിൽ കുറച്ച് പാവയ്ക്കായുമായിട്ട് നിൽക്കുന്നത്. അത് വാങ്ങിച്ച പാവയ്ക്കാന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ പാവലത് കുഞ്ഞതായിട്ട് കയറി വരുന്നുണ്ട്. ഇനിയിപ്പോൾ സീസൺ തീരാറായതുകൊണ്ട് എന്താകുമെന്ന് അറിയത്തില്ലെങ്കിൽ ഒരു 5-6 പാവലും തൈ മേടിച്ച് ഞാൻ വെച്ചിരുന്നു. ടൊമാറ്റോ കുറേ വെറൈറ്റി ടൊമാറ്റോ നട്ടിട്ടുണ്ട്. ആക്ച്വലി ഇത് ഭയങ്കര വലുതാവേണ്ടതാണ്. പക്ഷേ അതിന് തക്കതായിട്ടൊന്നും അതാവുന്നില്ല. സ്റ്റിൽ ക്യാബേജ് അതുപോലെ ഇഷ്ടം പോലെ ക്യാബേജ് ഉണ്ട്. ക്യാബേജും ക്യുക്കമ്പറുമാണ് എനിക്ക് പ്രാവശ്യം ഏറ്റവും നന്നായിട്ടുണ്ടായിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ എഗ് പ്ലാന്റ്. ഇതിൽ ഭയങ്കര സങ്കടം ആദ്യം ഉണ്ടായ താഴെയായിരുന്നു. പിന്നെ ഉണ്ടായതൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല, പൂവല്ല. പിന്നെ ഈ മുളക് ചെടി തീരെ ചെറുതാണെങ്കിലും അതേ കിടക്കുന്ന മുളകിൻ്റെ വലിപ്പം കണ്ടോ, നല്ല വലിയ മുളകാണ്. പക്ഷേ ചെടിക്ക് എന്തോ അതിനൊരു വാട്ടം പോലെ എൻ്റെ ഇതെന്തോ അതിൽ വീണതാണെന്ന് തോന്നുന്നത്. പിന്നെ ഈ ബീൻസ് ഇതെൻ്റെ ഫേവറേറ്റ് ബീൻസാണ്. പക്ഷേ ഇതിനും നമ്മുടെ ആപ്പിൾ കണ്ടു. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, കുറേ ആപ്പിൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയത്. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടായി, അത് എന്താണേലും അതേ പിടിച്ചു, അത് പഴുക്കാറായിട്ടുണ്ട്. ഇത് ഇങ്ങനെ ബ്രാഞ്ചസ് ഇല്ലാതെ വരുന്ന ഒരു വെറൈറ്റി ആപ്പിളാണ്. പിന്നെ ക്യുക്കമ്പർ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഉണ്ട്, ചെറുതായിട്ട് കിടപ്പുണ്ട്. അത് ആയി വരുന്നുണ്ട്, പറിക്കാറായത് കിടപ്പുണ്ട്, പറിക്കേണ്ട സമയം കഴിഞ്ഞത് വരെ വേണ്ട കിടപ്പുണ്ട്. പിന്നെ തക്കാളി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എന്നാൽ തക്കാളിക്ക് എന്തോ ഒരു കേടും അപാകതയും പറ്റിയിട്ടുമുണ്ട്, അതെന്നാന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഈ ബീൻസ് ഉണ്ട്, ഞാൻ വലിയതായിട്ട് നോക്കാറില്ല. സിൽവർ ബീറ്റ് ഉണ്ട്. പിന്നെ വന്നിട്ട് ബീട്രൂട്ട് ആക്ച്വലി വിളവെടുക്കാറായും തോന്നുന്നു. എന്താണെങ്കിലും ഞാൻ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും കാണുമോ ഇല്ലയെന്ന് അറിയത്തില്ല. ഉടനെ പറിച്ച് നോക്കി 2-3 ബീട്രൂട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സിൽവർ ബീറ്റിന് നന്നായിട്ട് വളരാൻ പറ്റില്ല. ചീര പിന്നെ വലിയ ഗുണമില്ല. ഈ പ്രാവശ്യത്തെ വെതർ മോശമായപ്പം ഞാൻ അങ്ങനെ വലുതായിട്ട് ഒച്ചൊക്കെ കയറി പിടിച്ചു, അതാണ് പറ്റിപ്പോയത്. പിന്നെ അതെ സ്ട്രോബെറി, അതിൻ്റെ വലിപ്പം കണ്ടോ, നല്ല വലിയ സ്ട്രോബെറിയാണ്. പക്ഷേ സ്ട്രോ ഇല്ല. സ്ട്രോ മേടിക്കാൻ ഇതുവരെ പറ്റാഞ്ഞുകൊണ്ട് ഞാൻ ഈ ഇത് ആക്ച്വലി എടുത്തേക്കാം. ഇനിയുണ്ട്, ഇതൊക്കെ കുഞ്ഞതാണ്. ഓക്കെ, ഇത് കണ്ടോ, സ്ട്രോ ഇല്ല. അപ്പം ഞാൻ വല്ല പുല്ല് ഉണങ്ങിയതോ ഒക്കെയാണ് അതിൻ്റെ അടിയിലോട്ട് ഇടുന്നത്. മണ്ണയിലിട്ടാൽ പിന്നെ സ്ട്രോബെറി പെട്ടെന്ന് പോകും, മണ്ണയെ മുട്ടരുത്. പിന്നെ നമ്മുടെ ബ്ലൂബെറി, അതും എനിക്ക് തോന്നുന്നു കുഞ്ഞു ചെടി ആയതുകൊണ്ടാണ് അത്ര അങ്ങോട്ട് ശരിയാവുന്നില്ല. പിന്നെ നമ്മുടെ മാൻഡ്രിൻ, പീച്ച പിന്നെ ഉണ്ടായത് മൊത്തം കൊഴിഞ്ഞു പോയി. പിന്നെ അടുത്ത വർഷം ഉണ്ടാവുമായിരിക്കും. ലെമൺ പറിക്കാറായി. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് വലിയ താമസം ഇല്ലാതെ വിളവെടുക്കാം. പിന്നെ അടുത്തത് പൂത്തിട്ടുണ്ട് കണ്ട്. പിന്നുള്ളത് നമുക്ക് ഈ ബിൽഡേഴ്സ് തന്നിരിക്കുന്നതാണ്. അതുകൊണ്ടോ, പീച്ചും ആപ്രിക്കോട്ടും കൂടെ ക്രോസ് ചെയ്ത പീച്ച് കോട്ടാണ്, പഴുക്കാറായി വരുന്നു. 9-10 എണ്ണം ഉണ്ട്. നല്ല രസമില്ല കാണാനേ, ഉടനെ പഴുക്കും. ഇനിയിപ്പോൾ അത് കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ചിലപ്പോൾ ഇത് വിളവെടുക്കുമ്പോഴത്തേക്കിനും ഇറങ്ങാൻ നേരം കിട്ടിയില്ല, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എങ്കിൽ അതോർത്തുകൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോയും കൂടെ അങ്ങ് എടുത്തതാണ്. കുഞ്ഞു ചെടിയാണ്, 10 കായുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.